ഹായ് ഡിയേഴ്സ്, അപ്പോൾ ഇന്ന് നമ്മളൊരു ഡേ ഇൻ മൈ ലൈഫാണ്. കുറേ നാൾക്ക് ശേഷമാണ് കേട്ടോ ഒരു ഡേ ഇൻ മൈ ലൈഫ് എടുക്കുന്ന ലോങ് വീഡിയോ ചെയ്യുന്ന ഒത്തിരി പേര് കമൻറ്റ് ചെയ്യാറുണ്ട്. പക്ഷേ എനിക്ക് സത്യം പറഞ്ഞാൽ അത്ര സമയം കിട്ടാറില്ല. ഇപ്പോൾ എഴുന്നേറ്റ് വന്നിട്ട് കിറങ്ങിയിരിക്കുന്നൊരു സമയമാണ് കേട്ടോ. ഞാൻ ഇന്നലെ തന്നെ ക്യാമറ സെറ്റ് ചെയ്ത് വയ്ക്കുകയോ ട്രൈപോഡ് എടുത്ത് വയ്ക്കുകയോ ഒന്നും ചെയ്തില്ല. രാവിലെ എണീറ്റിട്ടെല്ലാം ആ ഒരു രീതിയിൽ തന്നെ ചെയ്യാമെന്ന് വിചാരിച്ച്. ഇപ്പോൾ പിന്നെ ഷോർട്ട് വീഡിയോസ് മാത്രം എടുക്കുന്നതുകൊണ്ട് ഞാൻ വേറൊരു ട്രൈപോഡിലാണ് എടുത്തുകൊണ്ടിരിക്കുന്നത്. ഞാൻ ലോങ് വീഡിയോ എടുക്കുന്നത് എൻ്റെ പഴയ ട്രൈപോഡിലാണ്. എനിക്ക് അതിലാണ് കംഫർട്ടബിൾ. അപ്പോൾ അതൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ട് നമുക്ക് പതുക്കെ എടുത്ത് തുടങ്ങാമെന്ന് വിചാരിക്കുകയാണ്. തന്നെ ഒരു ചാഞ്ചാട്ടമൊക്കെ ഉണ്ട്, പക്ഷെ സെറ്റാക്കിയൊക്കെ വെച്ച്. എനിക്ക് ലോങ് വീഡിയോ ഒക്കെ എടുക്കാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. കുറേ നേരം വർത്താനം പറയാനും ഇപ്പോൾ എന്നെ പറ്റിയാണെങ്കിലും കൂടുതൽ വിശേഷങ്ങളൊക്കെ പറയാൻ പറ്റുന്നതും ഒക്കെ നമുക്ക് ലോങ് വീഡിയോയിലാണ്. ഷോർട്ട് വീഡിയോയിൽ നമുക്ക് ജസ്റ്റ് 60 സെക്കൻഡ് അല്ലെങ്കിൽ ഒരു 1.5 മിനിറ്റൊക്കെ നമുക്കിപ്പോൾ പറ്റുള്ളൂ. അപ്പം ഇങ്ങനത്തെ വീഡിയോ ഒക്കെ നമുക്ക് കുറേ നമ്മുടെ വിശേഷങ്ങളൊക്കെ പറയാം. അപ്പോൾ അതേ നമുക്കിനി പോയി ചായക്ക് വെള്ളം വെക്കണം, മുഖമൊക്കെ കഴുകണം. എനിക്ക് സാധാരണ കല്യാണത്തിന് ശേഷം അജു ആണ് ചായ എടുത്ത് തരുന്നത് രാവിലെ. ഇപ്പോൾ കല്യാണം കഴിഞ്ഞിട്ട് 1.5 വർഷമായി. ഇത്രയും നാളും എനിക്ക് ആൾ രാവിലെ ചായ കൊണ്ടുതരും, കട്ടൻ കാപ്പി കൊണ്ടുതരും. എനിക്ക് കല്യാണത്തിന് മുമ്പ് വീട്ടിൽ അമ്മ കൊണ്ടുതരുമായിരുന്നു കേട്ടോ. ഇപ്പോൾ അജു ആണ് തരുന്നത്. പക്ഷെ ഇന്നിപ്പോൾ വീട്ടിൽ ആരുമില്ല. അച്ഛൻ അമ്മ അവരെല്ലാം കൂടെ ആന്ധ്രയിൽ പോയിരിക്കുകയാണ്. അമ്മയുടെ അനിയത്തിയുടെ വീടാണ് ആന്ധ്രയിൽ. അപ്പോൾ ഇവിടെ ആരുമില്ല, ഞങ്ങൾ രണ്ടും മാത്രമേ ഉള്ളൂ. അപ്പോൾ ഞാൻ ഓർത്തു ഇന്ന് രാവിലെ അലാറം വെച്ച് എണീറ്റ് ഞാൻ തന്നെ കാപ്പിയൊക്കെ തിളപ്പിച്ച് ആൾക്ക് കൊടുക്കാം. സന്തോഷമാവില്ല, കാരണം ഇത്രയും കാലം ഞാൻ കൊടുത്തില്ല. അപ്പം ആൾക്ക് ഒരു സന്തോഷമാവട്ടെ എന്ന് വിചാരിച്ച് ഞാൻ പോയി കട്ടൻ കാപ്പിയൊക്കെ ഇട്ടിട്ട് വന്നിട്ട് ചായ എടുത്ത് ഗ്ലാസ്സിൽ ഒഴിച്ച് വെച്ചിട്ടാണ് ഞാൻ വിളിച്ച് എണീപ്പിക്കുന്നത്. ആൾ എണീറ്റ് ഫ്രഷ് ആവാൻ പോയ സമയത്ത് ഞാൻ പുറത്ത് വന്നു കേട്ടോ. നല്ല അടിപൊളിയായിട്ട് പുറത്ത് മഴ പെയ്യുന്നുണ്ട്. ഇപ്പം ഇടയ്ക്ക് മഴ, ഇടയ്ക്ക് വെയിലൊക്കെ ആയതുകൊണ്ട് നല്ല രസമാണ്. മഴയും പെയ്ത് നോക്കി ഞാൻ കുറേ നേരം ഇരുന്ന്. ഇപ്പോൾ ഇവിടെ ഈ ഇറച്ചിലില്ലേ, അവിടെയൊക്കെ ഇങ്ങനെ നിറയെ വെള്ളം വീഴുന്നുണ്ടായിരുന്നു കേട്ടോ. അവിടെ നിന്ന് ഇപ്പോൾ ഫേസിലോട്ടൊക്കെ വെള്ളം വീഴുന്നുണ്ട്. അതും ഒരു സന്തോഷം. ആ ഒരു ഉറക്കച്ചടവ് മാറാനൊക്കെ ആയി. പിന്നെ അച്ഛൻ അമ്മയില്ല, അവരുള്ള ദിവസമൊക്കെ ഞാൻ താമസിച്ചൊക്കെ എണീക്കുള്ളൂ കേട്ടോ. ഇപ്പം ഞങ്ങൾ രണ്ട് മാത്രം ഉള്ളതുകൊണ്ട് ഞങ്ങൾ രാവിലെ എണീറ്റു. പിന്നെ നമുക്ക് ഫുഡൊക്കെ ഉണ്ടാക്കണം, മറ്റു കാര്യങ്ങൾ റെഡി ആവണം. ടൗണിലൊക്കെ പോകാൻ പ്ലാൻ ചെയ്യുന്നുണ്ട്, സൺഡേ അല്ലേ. അപ്പം നമുക്ക് അടിപൊളി ആവണം. അപ്പം ഞങ്ങൾ രണ്ടും കൂടെ സെറ്റായിട്ട് വന്നിട്ടിരുന്ന് ചായ കുടിക്കുകയാണ്. ചായ അല്ല, കട്ടൻ കാപ്പിയാണ്, കട്ടൻ ചായയാണ് കേട്ടോ. പിന്നെ ഞാൻ എൻ്റെ മുടി സ്ട്രെയിറ്റ് ചെയ്യുന്ന കാര്യമൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്കിനി പോയി ഇനി റൂട്ടൊക്കെ ചെയ്യണ്ടേ, റൂട്ട് ചെയ്യണോ ഫുള്ള് ചെയ്യണോ അതൊക്കെ പറഞ്ഞ് ഞാൻ സോപ്പിട്ടോണ്ടിരിക്കുകയാണ്. അപ്പോൾ ആൾ പറഞ്ഞു നമുക്കൊരു ജൂലൈയൊക്കെ ആകുമ്പോൾ ചെയ്താൽ പോരെ. അപ്പം ആളുടെ ബർത്ത്ഡേ ആണ് ജൂലൈയിൽ. അപ്പോൾ ആ ടൈമിൽ നമുക്ക് പോയി ചെയ്യാമെന്നൊക്കെ പറഞ്ഞു. ഞാൻ പറഞ്ഞു വേണ്ട, എനിക്കിപ്പോൾ ചെയ്യണം എന്നൊക്കെ പറഞ്ഞ് അതിൻ്റെ കാര്യമൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഒന്നാമത് എനിക്ക് വയ്യാതിരിക്കുകയാണ് കേട്ടോ. അപ്പം ഞാൻ എപ്പോഴും എറണാകുളത്ത് പോയിട്ടാണ് ഇത് ചെയ്യണേ. അപ്പോൾ എനിക്ക് അവിടെ ഒരു കംഫർട്ടബിൾ ആയിട്ടുള്ളൊരു ഷോപ്പുണ്ട്, നമ്മളപ്പോൾ അവിടെ പോയി ചെയ്യണം. അപ്പം ഇപ്പം ഇത്രയും ദൂരം എനിക്ക് ബൈക്കിൽ പോകാനായിട്ടെന്ന് വെച്ചാൽ എനിക്ക് കഴിഞ്ഞ ദിവസം വയ്യാതെ വന്നപ്പോൾ ഞാൻ പറഞ്ഞില്ലായിരുന്നു ഛർദിലൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് യൂറിൻ ഇൻഫെക്ഷൻ വന്നതാണ്. ഭയങ്കര അസ്വസ്ഥതയാണ്, നമുക്ക് കുറേ നേരമൊന്നും അങ്ങനെ ഇരുന്ന് പോകാൻ പറ്റത്തില്ല. അങ്ങനെ അപ്പോൾ ഞാൻ ഓർത്ത് കുറച്ച് നാൾ കഴിയട്ടെ, ബർത്ത്ഡേ ഒക്കെ ആവുന്ന സമയത്ത് പോയി ചെയ്യാമെന്ന് വിചാരിച്ച്. ഇപ്പം നമുക്ക് ഫുഡ് ഉണ്ടാക്കണം. രാവിലത്തേക്ക് നമ്മൾ ദോശയാണ് ഉണ്ടാക്കണം. അതിൻ്റെ ഇടയ്ക്ക് തകർത്ത് പുറത്ത് മഴ പെയ്യുന്നുണ്ട്. ഇടയ്ക്ക് കുറച്ച് നേരം പുറത്ത് വന്ന് നിൽക്കും, പിന്നെ അകത്ത് വന്ന് ഫുഡ് ഉണ്ടാക്കും. ചമ്മന്തി ഉണ്ടാക്കുന്നുണ്ട്. ചമ്മന്തി ഉണ്ടാക്കാനായിട്ട് എല്ലാം ചെയ്ത് വന്നപ്പോഴത്തേക്കും കറണ്ട് അങ്ങ് പോയി കേട്ടോ. പിന്നെ കുറേ നേരം വെയിറ്റ് ചെയ്ത് കറണ്ടൊക്കെ വന്നു കഴിഞ്ഞിട്ടാണ് അരച്ചൊക്കെ കൊണ്ടുവന്ന് ചമ്മന്തി ഉണ്ടാകുന്നത്. നമ്മളെപ്പോൾ ചമ്മന്തി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചാൽ അപ്പം കറണ്ട് പോകും. നരകല്ലാണെങ്കിൽ ഒരു സൈഡിലോട്ടൊക്കെ ഇരിക്കുകയാണ്, അതിനകത്തൊന്നും അരച്ചെടുക്കുന്നത് നല്ല മടിയാണ്. ഇതാകുമ്പോൾ സിമ്പിളായിട്ട് ഒറ്റ കറക്കിന് റെഡിയായി കിട്ടുമല്ലോ. ചമ്മന്തി ഉണ്ടാക്കി പിന്നെ നമ്മളൊരു മുളകും കൂടെ ഉണ്ടാക്കുന്നുണ്ട്. നമ്മൾ ദോശ ഉണ്ടാക്കുമ്പം ചമ്മന്തിയുടെ കൂടെ ഒരു മുളകും കൂടെ സെറ്റ് ചെയ്യുന്നു. ദോശയ്ക്കൊരു ചെറിയ പുളി ഉണ്ടല്ലോ, ഈ ചമ്മന്തിക്ക് ചെറിയൊരു മധുരമല്ലേ, തേങ്ങ അരയ്ക്കുന്നുണ്ട്. അപ്പം നമുക്ക് ചെറിയൊരു എരിവ് കൂടെ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ മുളകും കൂടെ അതിൻ്റെ അടുത്ത് സെറ്റ് ചെയ്യുന്നത്. വെറുതെ ഉള്ളിയോ സവോളയോ എന്തെങ്കിലും അരിഞ്ഞിട്ട് അതിനകത്ത് കുറച്ച് ഉപ്പും ഇട്ട് മുളകും ഇട്ട് വെളിച്ചെണ്ണ ഒഴിക്കും, അത്രേ ഉള്ളൂ. കുറച്ച് കൈവെള്ളം കൂടെ തിളക്കി, അപ്പോൾ ഒരു അടിപൊളി ടേസ്റ്റാണ്. പിന്നെ ഞാൻ ബാത്റൂമിലൊക്കെ പോകുന്ന സമയത്ത് ദോശ ബാക്കി ഫുള്ളെല്ലാം ഉണ്ടാക്കി കേട്ടോ. അജുവിന് കുക്ക് ചെയ്യാനൊക്കെ നല്ല ഇഷ്ടമാണ്. ആൾ കല്യാണത്തിന് മുമ്പൊക്കെ എന്നോട് പറയാറുണ്ട് എനിക്ക് കുക്ക് ചെയ്യാനൊക്കെ ഭയങ്കര ഇഷ്ടമാണെന്നൊക്കെ പറയുമ്പോൾ ഞാൻ വെറുതെ പറയുന്നതായിരിക്കും എന്നൊക്കെ വിചാരിച്ചു. പക്ഷെ ആൾക്ക് നല്ലപോലെ കുക്ക് ചെയ്യാൻ ഇഷ്ടമാണ്. എല്ലാം വെക്കാൻ ചെയ്യുകയും ചെയ്യും കേട്ടോ. അങ്ങനെ ദേ മഴയൊക്കെ ഒരുവിധം ഒതുങ്ങി. ഇനി നമുക്ക് അരി അടുപ്പത്തിട്ടിട്ട് നമ്മൾ ബാക്കി കാര്യം ചെയ്യാമെന്ന് വിചാരിക്കുകയാണ്. കാരണം ഉച്ചക്കത്തേക്ക് മതിയല്ലോ ചോറ്, അപ്പോൾ നമുക്ക് രണ്ടുപേർക്കും മാത്രം മതി. അപ്പോൾ നമ്മൾ കുറച്ച് നേരം വേവിച്ചിട്ട് റൈസ് കുക്കറിൽ വെക്കാമെന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ ഗ്യാസും അധികം ചിലവാകത്തില്ല. ഉച്ചയാകുമ്പോഴത്തേക്കും അരി ഏകദേശം വെന്ത് സെറ്റാവുകയും ചെയ്യും. പിന്നെ കുറേ പേര് ചോദിക്കുന്നത് ഈ വെള്ളത്തിലാണോ അരി കഴുകുന്നത്, നിങ്ങൾക്ക് വേറെ നല്ല വെള്ളമൊന്നും കിട്ടത്തില്ലേ എന്നൊക്കെ. ഞാൻ നമ്മുടെ വീട്ടിൽ താമസിക്കുന്ന സമയത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ട്, നമ്മൾ ഈ വെള്ളത്തിൽ ജസ്റ്റ് വാഷ് ചെയ്താലും നമ്മൾ നല്ല വെള്ളത്തിൽ വാഷ് ചെയ്തിട്ടായിരിക്കും അത് ജസ്റ്റ് നമുക്ക് ഊഹിക്കാവുന്ന കാര്യമാണ്. കാരണം എല്ലാവരും നല്ല വെള്ളത്തിൽ കഴുകിയിട്ടൊക്കെ ഉണ്ടാക്കുള്ളൂ, നമ്മൾ കഴിക്കാനുള്ള ഫുഡല്ലേ. പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ നമുക്കിവിടെ പൈപ്പ് കണക്ഷൻ ഇല്ല. പൈപ്പ് വഴി ഗവൺമെൻറ്റിൻ്റെ വാട്ടർ ഇവിടെ കിട്ടണില്ല. അങ്ങനെ ഒരു സംവിധാനം ഈ സ്ഥലത്തില്ല.
എൻ്റെ വീടിൻ്റെ അവിടെ വെള്ളം നമുക്ക് കിട്ടുമായിരുന്നു. പക്ഷേ ഇവിടെ നമുക്ക് വെള്ളം എന്ന് പറയുന്നൊരു സാധനമില്ല. പക്ഷെ നമുക്ക് നല്ല വെള്ളം ഉണ്ട്. നമ്മൾ വള്ളത്തെ നല്ല വെള്ളം കൊണ്ടുവരുന്നവരുടെ നിന്ന് ബോട്ടിൽ വെള്ളം വാങ്ങിക്കാറുണ്ട്. അതല്ലാതെ ഫിൽറ്റർ ചെയ്ത് ആറോ വാട്ടറൊക്കെ ഇല്ല, അതെല്ലാം വാങ്ങിക്കാറുണ്ട് കേട്ടോ. അപ്പം അങ്ങനത്തെ നല്ല വെള്ളമൊക്കെ തന്നെയാണ് നമ്മളെല്ലാവരും നാട്ടിലുള്ള എല്ലാവരും യൂസ് ചെയ്യുന്നത്. എല്ലാവരും നല്ല വെള്ളം തന്നെ യൂസ് ചെയ്യുന്നത്. പക്ഷേ നമുക്ക് ബേസിക്കായിട്ട് ചെയ്യേണ്ട, ഇപ്പം നല്ല 50 രൂപയ്ക്ക് നമ്മളൊരു ക്യാൻ വാട്ടർ വാങ്ങി അത് മുഴുവൻ നമുക്ക് അരി കഴുകി കളയാൻ പറ്റത്തില്ലല്ലോ. അപ്പോൾ ജസ്റ്റ് പിന്നെ ഒഴുക്ക് വെള്ളമായതുകൊണ്ട് അധികം അഴുക്കില്ല. നമ്മൾ വിചാരിക്കുന്നതൊക്കെ ഒരു അഴുക്കി വെള്ളത്തിനില്ല കേട്ടോ. അതെനിക്ക് ജസ്റ്റ് ഒന്ന് പറയണമെന്ന് തോന്നി. കാരണം എല്ലാവരും ചോദിക്കുന്നത് സ്നേഹം കൊണ്ടാണല്ലോ എല്ലാവരും ചോദിക്കുന്നത്. അതുകൊണ്ടാണ് കേട്ടോ ഞാൻ പറഞ്ഞത്. അങ്ങനത്തെ നമ്മൾ ദോശയും മുളക് ഞെരട്ടിയതും ചമ്മന്തിയും എല്ലാം കൂടെ കൂട്ടി കഴിച്ചു. എനിക്ക് പാൽച്ചായ കഴിക്കുമ്പോൾ ചെറിയൊരു ഓക്കാനം പോലെ ഉണ്ട്. അത് ഈ മൂത്രത്തിൽ ബുദ്ധിമുട്ടിൻ്റെ ആണ്. എന്നാലും ഞാൻ കുറച്ച് കുടിക്കുന്നുണ്ട്. അങ്ങനെ അതൊക്കെ അവിടെ ഇരുന്ന് 2 കൂടെ കഴിച്ചു. മുളക് ഞെരടിയില്ലായിരുന്നെങ്കിൽ പണി പാളിപ്പോയാനെ. കാരണം എനിക്ക് ചമ്മന്തി വയലോട്ട് വെക്കാനേ പറ്റുന്നില്ല. എനിക്കത് പിടിക്കുന്നേ ഇല്ല. ചില ഫുഡ് അങ്ങനെ കേട്ടോ, അത് വന്നു കഴിഞ്ഞ് പിടിക്കുന്നേ ഇല്ലായിരുന്നു. അങ്ങനെ ആ മുളക് കൂട്ടിയാണ് ഞാൻ കഴിച്ചത്. ഇനി നമുക്ക് പുറത്ത് പോകണം, കുറേ സാധനം മേടിക്കാനുണ്ട്. ഇനി ഒരാഴ്ചത്തേക്ക് നമ്മൾ മാത്രമല്ലേ ഉള്ളൂ. അപ്പം നമുക്ക് വേണ്ട കുറച്ച് സാധനങ്ങളും കുക്ക് ചെയ്യേണ്ട കുറച്ച് സാധനങ്ങളും പച്ചക്കറികളൊക്കെ വാങ്ങിക്കണം. അപ്പോൾ ചിക്കനൊക്കെ മേടിക്കാമെന്ന് വിചാരിക്കുകയാണ്. കുറച്ച് വെജിറ്റബിൾസ്, അതായത് ചിലവൊന്നും നമ്മൾ കഴിക്കത്തില്ല. അപ്പോൾ നമുക്ക് ഇഷ്ടപ്പെട്ട കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കാനായിട്ട് പോവാണ്. അപ്പോൾ നല്ല മഴ പെയ്യുന്നതുകൊണ്ട് കുട എടുത്തിട്ടുണ്ട്. കോട്ട ഇടാൻ രണ്ടിനും മടിയാണ്. അതുകൊണ്ട് ഒരു കുടയുണ്ട്, അതെടുക്കുക. അപ്പോൾ എവിടെയെങ്കിലും മഴ പെയ്യുകയാണെങ്കിൽ ആ കുടയും പിടിച്ച് മഴയത്ത് നിൽക്കും. എന്നിട്ട് മഴ മാറിക്കഴിഞ്ഞിട്ട് വീണ്ടും പോകും. അപ്പോൾ കുട മാത്രം എടുത്താൽ മതി. പിന്നെ കോട്ടിട്ട് എടുത്ത് ഭയങ്കര പാടാണ്. വലിയൊരു കുട നോക്കി അങ്ങ് വാങ്ങിച്ച് അങ്ങനെ പോകുന്ന വഴിക്കൊക്കെ നല്ലപോലെ വെള്ളമൊക്കെ കയറിയിട്ടുണ്ട് കേട്ടോ. ഇപ്പം കുറേ നാളായിട്ട് മഴ പെയ്യുന്നത് കൊണ്ടിട്ട് റോഡിൻ്റെ സൈഡിലും പാടത്തുനിന്നും വെള്ളമൊക്കെ കയറി കിടപ്പുണ്ട്. പതുക്കെയാണ് അത് കാരണം പോകണം. എങ്ങാനും തെന്നിയാലോ എന്നൊരു ചെറിയ പേടിയുണ്ട്. പക്ഷെ നല്ല രസമാണ് കേട്ടോ. വെള്ളമൊക്കെ കയറി മഴയും വേണമല്ലോ. നമുക്കിപ്പം വെള്ളം വേണമെങ്കിൽ മഴ വേണം. നമുക്ക് വെള്ളം കയറും എന്നൊക്കെ വിചാരിച്ച് മഴയെ അങ്ങനെ എന്താ പറയുക അടച്ച് ഉപേക്ഷിക്കാൻ പറ്റില്ല. കാരണം മഴയും ഇമ്പോർട്ടൻ്റ് ആണ്. മഴ ഉണ്ടെങ്കിലല്ലേ ഒത്തിരി പേർക്ക് വെള്ളം കിട്ടുള്ളൂ. അതുകൊണ്ടിട്ട് എന്നാലും അങ്ങനെ അതൊക്കെ പോട്ടെ. ഈ സ്ഥലം നല്ല ഭംഗിയില്ലേ കാണാനായിട്ട്. ഇപ്പം എന്നെ കല്യാണം കഴിച്ചുകൊണ്ട് വന്നിരിക്കുന്ന സ്ഥലത്തിൻ്റെ പേര് വേണാട്ടുകാട് എന്നാണ്. എൻ്റെ സ്ഥലത്തിൻ്റെ പേര് നെഹ്റു ട്രോഫി. അത് പിന്നെ കുറേ പേർക്ക് അറിയാമായിരിക്കും. എൻ്റെ ലോങ് വീഡിയോ ആണെന്ന് എല്ലാവർക്കും അറിയാമായിരിക്കും. ഞാൻ എപ്പോഴും എൻ്റെ സ്ഥലത്തിനെ പറ്റി പറയാറുണ്ടായിരുന്നു. ഇപ്പോൾ വന്നിരിക്കുന്ന സ്ഥലത്തിൻ്റെ പേര് വേണാട്ടുകാട് എന്നാണ്. പുളിങ്കുന്നിൻ്റെയൊക്കെ ഭാഗമായിട്ട് വരും. അങ്ങനെ ആ ഒരു ഏരിയ ആയിട്ട് വരും. പിന്നെ നമ്മുടെ അവിടം പോലെ തന്നെയാണ്. പിന്നെ ഇവിടുത്തെ ഒരു വ്യത്യാസം എന്ന് പറഞ്ഞാൽ ഇവിടെ റോഡുണ്ട്. നമുക്കവിടെ റോഡില്ല. അത്ര ഉള്ളൊരു വ്യത്യാസം. ബോട്ടും കാര്യങ്ങളും പാടം വാതിക്കൽ വെള്ളം എല്ലാം സെയിമാണ്. റോഡിൻ്റെ കാര്യത്തിൽ മാത്രമുള്ളൊരു വ്യത്യാസം. അങ്ങനെ നമ്മൾ റോഡ് സൈഡിൽ വന്നു. ഇത് ചതുർത്ഥ്യായിരി ഭാഗമാണ് കേട്ടോ. ഇവിടെ അപ്പുറത്തും ഇപ്പുറത്തും നല്ല രസമാണ്. ഈ പാടത്ത് കുറേ സ്ഥലത്ത് വീടില്ല. അപ്പോൾ വീടില്ലാത്ത സ്ഥലത്ത് നിന്ന് നോക്കുമ്പം അപ്പുറത്തെ സൈഡിലും ഇപ്പുറത്തെ സൈഡിലും പാടത്ത് വെള്ളം കെട്ടിയിരിക്കുന്നത്. നമ്മൾ ഈ നടുക്കി റോഡ് മാത്രം കയറാം. അപ്പുറത്തും ഇപ്പുറത്തും എന്നാ പറയുന്ന വെള്ളം നല്ല രസമൊക്കെ കയറി കിടക്കും. പക്ഷേ ഇപ്പം ഇത്തിരി പൊക്കത്തിലാണ് വന്നേക്കുന്നത്. മുമ്പ് ഇതിലം വഴി കഴിഞ്ഞ വർഷം വെള്ളം പൊങ്ങിയ സമയത്ത് ഞാൻ റോഡിൽ പോകുന്ന വീഡിയോ ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. അത് ഈ ഭാഗത്തൂടെയാണ് കേട്ടോ പോണത്. ഇത് നമ്മുടെ വീട്ടിൽ നിന്നൊരു 10-15 മിനിറ്റാണ് ഇങ്ങോട്ടേക്കുള്ളത്. അത്രയും ദൂരമേ ഉള്ളൂ. നല്ല രസമാണ്. വെള്ളം കയറി കഴിഞ്ഞാൽ അത്ര രസമില്ല, എന്നാലും ഭംഗിയാണ് കാണാനായിട്ട്. അങ്ങനെ നമ്മൾ ടൗൺ ഭാഗത്ത് വന്നു, മങ്കൊമ്പിൻ്റെ ഭാഗത്ത് വന്നു. അപ്പോൾ അജ്ജു പറഞ്ഞു നമുക്കൊരു താറാവായാലോ, കോഴി മാറ്റി താറാവായാലോ എന്നൊക്കെ പറഞ്ഞു. പിന്നെ ഞാൻ പറഞ്ഞു വേണ്ട, കോഴി തന്നെ. പൂടെ വിളിക്കാൻ ഭയങ്കര പാടാണ് താറാവിൻ്റെ. അമ്മ ഉണ്ടായിരുന്നെങ്കിൽ അമ്മ അതെല്ലാം സെറ്റാക്കിയാണ്. പക്ഷെ ഇതിപ്പോൾ ഭയങ്കര പാടാണ്, നമ്മളെ കൊണ്ട് താങ്ങൂല. അപ്പോൾ കോഴി തന്നെ അഡ്ജസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ച് അങ്ങനെ കോഴി വാങ്ങി. പക്ഷെ അവിടെ കുറേ നേരം നിൽക്കണമായിരുന്നു കേട്ടോ. എനിക്ക് അവിടെ നിന്നിട്ട് ബോറടിച്ചിട്ട് വയ്യായിരുന്നു. കാരണം ഒന്നാമത് വൈകാഴിക കാരണം ഒത്തിരി നേരം നിൽക്കാൻ പറ്റുന്നില്ല. അതൊരു അസ്വസ്ഥത. അങ്ങനെ അവിടെ നോക്കി ഇവിടെ നോക്കി അവിടെ കുറേ താറാവൊക്കെ ഇങ്ങനെ നീന്തി നടക്കുന്നുണ്ട്. അതുങ്ങളുടെ പുറകെയൊക്കെ പോയി അവിടെ വീഡിയോ എടുത്തു. കുറേ പ്രാവൊക്കെ അവിടെ നിൽപ്പുണ്ടായിരുന്നു, അതിൻ്റെ വീഡിയോ എടുത്തു. അങ്ങനെ ഓരോ ഡ്രസ്സ്. പിന്നെ ഞാൻ അവിടെ നിന്ന് ഞാൻ ഇന്ന് ഇട്ട ഒരു നീല ടോപ്പ് പുതിയതായിരുന്നു. അപ്പോൾ അത് ഞാൻ ഷോർട്ട് വീഡിയോയിൽ കാണിക്കാൻ വേണ്ടിയിട്ട് ആ പ്രൊഡക്റ്റ് പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടൊക്കെ അതിൻ്റെ വീഡിയോസൊക്കെ അവിടെ വന്ന് കുറച്ച് നേരം എടുത്തു. അങ്ങനെയൊക്കെ നിന്നു. പിന്നെ പൊടി മഴ പെയ്യുന്നുണ്ട്. പിന്നെ ഇടയ്ക്ക് ആ കടയിലോട്ട് കയറി നിന്ന് മഴ പെയ്തപ്പോൾ അങ്ങനെ അവിടെ നിന്ന് കുറേ നേരം നിന്നിട്ടാണ് കേട്ടോ കിട്ടിയത്. വേറെ ആൾക്കാരൊക്കെ മേടിക്കാനുണ്ടായിരുന്നു. അങ്ങനെ ഒരു വിധം മേടിച്ച് ഇറങ്ങി. പിന്നെ തൊട്ടപ്പുറത്തായിട്ട് പ്രാവ്, ഇനി അവർ വിൽക്കുന്നതാണോ അതോ എന്താണെന്നറിയത്തില്ല, കുറച്ച് പ്രാവുണ്ടായിരുന്നു. അവിടെ ഫുഡൊക്കെ ഇട്ട് കൊടുത്തിരിക്കുന്നുണ്ട്. നിറയെ പ്രാവ് അവിടെ നിൽക്കുന്നുണ്ട്. അതും കൂടെ പുറകെ പോയി കുറേ നേരം വീഡിയോ എടുത്തു. അതിൻ്റെ ഇടയ്ക്ക് ഒറ്റയ്ക്ക് ഒരു കാക്ക നിൽക്കുന്നുണ്ടോ, സങ്കടപ്പെട്ടു. അതൊക്കെ ഞാൻ എടുത്തു. അങ്ങനെ അവിടെ വായി നോക്കി നിൽക്കുന്ന സമയമായപ്പോഴത്തേക്കും അജു വന്നു. പിന്നെ അവിടുന്ന് നമ്മളത് മേടിച്ചിട്ട് വേഗം വന്നിട്ട് കുറച്ച് പച്ചക്കറി മേടിച്ചു. നമുക്ക് ഉണ്ടാക്കാൻ എളുപ്പമുള്ള കുറച്ച് പച്ചക്കറികളുണ്ടല്ലോ, തോരൻ, മെഴുക്കുവരട്ടിയൊക്കെ വെക്കാൻ വരുന്നു. അതൊക്കെ മേടിച്ചു. തൈരൊക്കെ മേടിച്ചു. എല്ലാം മേടിച്ച് നമ്മൾ തിരിച്ച് വീട്ടിൽ വന്നു. പിന്നെ ഉച്ചക്കത്തേക്കുള്ള ചിക്കനൊക്കെ പ്രിപ്പയർ ചെയ്ത് വെക്കണം. അതൊക്കെ കഴുകി വൃത്തിയാക്കി അജു തന്നു കേട്ടോ. ഇനി നമുക്ക് കുറച്ച് നമ്മൾ വറുക്കുവാണ് കേട്ടോ ഇപ്പോൾ ചെയ്യുന്നത്. ബാക്കി നമുക്ക് പിന്നെ വെക്കാമെന്ന് വിചാരിച്ച് കുറച്ച് മസാലകളൊക്കെ ഇട്ട് ഞാൻ ഒന്ന് വറുത്ത് വൃത്തിയാക്കി എടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ മെഴുക്കുവരട്ടി വയ്ക്കുന്നുണ്ട്.
പയർ. എനിക്ക് തോരനേക്കാളൊക്കെ ഇഷ്ടം മെഴുക്കുവരട്ടി വെക്കാനാണ് കേട്ടോ. എനിക്ക് വെക്കാനാണെങ്കിലും കഴിക്കാനാണെങ്കിലും എനിക്ക് മെഴുക്കുവരട്ടിയാണ് ഇഷ്ടം. ഞാൻ ഒരു തോരൻ്റെ ഒരാളല്ല. പയർ മെഴുക്കുവരട്ടി, കോവയ്ക്ക മെഴുക്കുവരട്ടി അതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതും പയർ അജു സൂപ്പറായിട്ട് പയർ മെഴുക്കുവരട്ടി ഒക്കെ ഇടും. കുരുമുളകൊക്കെ മാത്രം ഇട്ടിട്ട് ഒത്തിരി മസാല ഒന്നും ചേർക്കാതെ ഒരു അടിപൊളി, അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം നമ്മുടെ കഷ്ടകാലത്തിന് കറണ്ട് പിന്നെയും പോയി. മഴ ആയതുകൊണ്ടാണ് തോന്നുന്നു. അപ്പോൾ നമുക്ക് കുറച്ച് വെളുത്തുള്ളിയൊക്കെ ചതച്ചെടുക്കണം ഇത് ചിക്കനകത്തിടാനായിട്ട്. കറണ്ട് ഇല്ലല്ലോ, വേറൊരു വഴിയില്ല. പിന്നെ നമ്മൾ തന്നെ അടുത്ത് കുറച്ച് കുരുമുളകും വെളുത്തുള്ളിയും കൂടി ഇട്ടിട്ട് നമ്മൾ മറ്റേ ഈ കല്ലില്ലേ അതിനകത്തെടുത്തിട്ട് ചതയ്ക്കുവാണ്. എന്നിട്ട് നമുക്കത് ചിക്കനകത്ത് ചേർക്കാനായിട്ട്. ഇഞ്ചി ചേർക്കുന്നതിനേക്കാളും എനിക്ക് എപ്പോഴും നമുക്ക് നമ്മുടെ ഹെൽത്തിനാണെങ്കിലും ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ നല്ലതല്ലേ. അപ്പം ഞാൻ ഇഞ്ചി ചേർക്കുന്നതിനേക്കാളും കൂടുതൽ ശരിക്കും പറഞ്ഞാൽ വെളുത്തുള്ളി ചേർക്കും കേട്ടോ. ഇടയ്ക്കൊരു വെളുത്തുള്ളി കഴിക്കുകയും ചെയ്യും. നമുക്കിപ്പം വയറ്റിലെന്തെങ്കിലും ചെറിയ ചെറിയ പ്രശ്നങ്ങളോ ഈ വിരശല്യമൊക്കെ ഉള്ളവർക്കാണെങ്കിലും വെളുത്തുള്ളി നമ്മളിതിങ്ങനെ കഴിക്കുന്നത് നമുക്ക് നല്ലതാണ്. ഞാൻ ഇങ്ങനെ ഒരു വീഡിയോയിൽ കണ്ടപ്പോൾ ചെയ്ത് നോക്കിയതാണ്. പക്ഷെ എനിക്കത് നല്ലതായിട്ട് തോന്നി. അങ്ങനെ വെളുത്തുള്ളി നമ്മൾ കുറച്ച് കൂടുതലിട്ടിട്ടുണ്ട്. കുറച്ച് നേരം ഈ മസാലയൊക്കെ ഒന്ന് പിടിക്കാൻ വെച്ചിട്ട് നമുക്കെടുത്ത് വറുക്കാം. ഞാനിതെല്ലാം സെറ്റാക്കുന്ന ഈ മസാലയൊക്കെ ശരിയാക്കുന്ന സമയത്ത് അജു മെഴുക്കുരട്ടി വെച്ച് കഴിഞ്ഞ കേട്ടോ. അങ്ങനെ നമ്മൾ ഇപ്പുറത്തെ അടുപ്പത്ത് ചിക്കൻ വറുക്കുവാണ്. ചിക്കൻ നമ്മുടെ ഈ ഒരു പാനിലാണ് കേട്ടോ വറുക്കുന്നത്. ഇത് ഞാൻ കുറേ നാളായി വാങ്ങിയിട്ട്. ഈ പാൻ എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു കേട്ടോ. ഇതും ഒരു യെല്ലോ പാനും ഞാൻ വാങ്ങിയിട്ട് ഒത്തിരി നാളായി. നല്ലതാണ് കേട്ടോ. 400 സംതിങ്ങോ 500 സംതിങ്ങോ എങ്ങാണ്ടാണ്. കാരണം പക്ഷേ ഇതിപ്പം ഞാൻ എന്ത് വറുത്താലും ഇതിലേ വറുക്കുള്ളൂ. പക്ഷെ അത്രയ്ക്കും സൂപ്പർ സാധനമാണ്. നമ്മൾ ഇവിടെ നിന്നൊക്കെയാണ് നമ്മളത് വാങ്ങുന്നതെങ്കിൽ ഒരു 1000 രൂപ 800 രൂപയൊക്കെയാകും. പക്ഷെ ഓൺലൈനിൽ നിന്നാകുമ്പോൾ ആദ്യം കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. എല്ലാം വാങ്ങിയപ്പോൾ സൂപ്പറാന്ന് കണ്ടിട്ടാണ് ഞാൻ പിന്നെ ഇത് വാങ്ങിയത്. ഇത് പാനല്ല കേട്ടോ, ഇത് തവയാണ്. പക്ഷെ ഇതിൻ്റെ തന്നെ സെയിം കളർ പാനും ഉണ്ട്. അടിപൊളിയാണ് കേട്ടോ. ഞാൻ ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ഇവിടെ ലിങ്ക് ടാഗ് ചെയ്ത് കൊടുത്തേക്കാം. നല്ല പ്രൊഡക്റ്റാണ്. അങ്ങനത്തെ നമ്മൾ ഏകദേശം ഒരു സൈഡ്, പക്ഷെ വെള്ളം ഇറങ്ങുന്നതുകൊണ്ട് പെട്ടെന്ന് മൂക്കുന്നില്ല ഇത്. കറണ്ട് ഇല്ലാത്തതുകൊണ്ട് ഞങ്ങൾ ടോർച്ചൊക്കെ വെച്ചിട്ടാണ് കേട്ടോ വറുത്തൊക്കെ എടുത്തത്. വെട്ടമില്ല, വീഡിയോയും എടുക്കുന്നത്. നല്ല ദിവസമാണ് വീഡിയോ ഷൂട്ട് ചെയ്യുന്നത്. പിന്നെ കുറച്ച് തൈരും കൂടി എടുത്തിട്ടുണ്ട് അതിൻ്റെ കൂട്ടത്തിൽ. ഞങ്ങൾക്ക് മറ്റേ മിൽക്കി മിസ്റ്റിൻ്റെ തൈര് ഞങ്ങൾക്ക് രണ്ടും ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ ഈ ഐസ്ക്രീം നമ്മൾ കഴിച്ച് കഴിഞ്ഞാൽ ഗ്യാസൊക്കെ കയറുന്നതുകൊണ്ട് ഐസ്ക്രീം പോലെ തണുത്തൊക്കെ കഴിക്കാൻ തോന്നുമ്പോൾ നമ്മൾ എന്ത് ചെയ്യാമെന്നറിയാം, ഈ തൈരെടുത്ത് കഴിക്കും. സ്പൂൺ എടുത്ത് കോരി കഴിക്കും. അത് പക്ഷെ ഹെൽത്തി ആണല്ലോ. അപ്പം പിന്നെ ഫുഡ് അടിയൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ പാത്രമൊക്കെ കഴുകി വെക്കുകയാണ്. അപ്പോഴപ്പോൾ കഴുകി വെക്കുകയാണെങ്കിൽ അത്രയും ബുദ്ധിമുട്ട് കുറഞ്ഞിരിക്കുമല്ലോ. അപ്പം അജു തൂക്കുന്ന പരിപാടിയൊക്കെ ആയിരുന്നു. ഇടയ്ക്കിടയ്ക്ക് മഴ പെയ്യുന്നുണ്ട്, നിറയെ ഇലയെല്ലാം ഫ്രണ്ടിൽ വീണ് കിടക്കുന്നുണ്ട്. അതെല്ലാം അജു സെറ്റാക്കുമായിരുന്നു. ഞാൻ പിന്നെ പാത്രമൊക്കെ ഓരോന്നോരോന്നായിട്ട് കഴുകി. ലൈറ്റ് ഇവിടെ ഒരെണ്ണം കിടക്കുന്നത് നമുക്ക് ഈ കറണ്ട് പോകുമ്പം കത്തുന്ന ഒരു ലൈറ്റ് വാങ്ങിയിട്ടിട്ടുണ്ട് കേട്ടോ അടുക്കളയിൽ. അതൊരു ഉപകാരമാണ്. കറണ്ട് പോയാലും അടുക്കളയിൽ കുറച്ച് നേരം വെട്ടം കാണും. പിന്നെ ഒരു ചേട്ടൻ ചീരയായിട്ട് വന്ന കേട്ടോ. 50 രൂപയ്ക്ക് നമ്മൾ ചീര വാങ്ങി. നല്ല ചീരയായിരുന്നു. ആ ചേട്ടൻ നമുക്കിപ്പോൾ വീട്ടിൽ കൊണ്ട് തരുന്നതുകൊണ്ട് അതൊരു ഉപകാരമാണ്. അപ്പം ഞാൻ പറഞ്ഞപ്പോൾ നമുക്ക് ഇന്ന് ചിക്കനൊക്കെ ഉള്ളതുകൊണ്ട് ഇന്ന് ചീര വെക്കണ്ടല്ലോ, ഫ്രിഡ്ജിൽ വെക്കാം എന്നൊക്കെ വിചാരിച്ചിരിക്കുകയാണ്. അപ്പം അജു പറഞ്ഞ് വേണ്ട, ഇപ്പം തന്നെ ഉണ്ടാക്കണം, ആൾക്ക് ഇന്ന് തന്നെ അത് വേണം. പിന്നെ അത് ആൾ തന്നെ വൃത്തിയാക്കി തരാമെന്നൊക്കെ പറഞ്ഞു. പക്ഷെ ഞാൻ പറഞ്ഞു വേണ്ട, ഇത് ഞാൻ വൃത്തിയാക്കിക്കോളാം, എനിക്ക് വേറെ കാര്യങ്ങൾ ചിക്കൻ കറി വെക്കാനുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് അറേഞ്ച് ചെയ്ത് തന്നാൽ മതി, അരിഞ്ഞ് തന്നാൽ മതി. നമ്മൾ ഉച്ചയ്ക്കത്തേക്ക് വറുക്കുകയല്ലേ ചെയ്തുള്ളൂ. അപ്പോൾ വൈകിട്ടത്തേക്ക് നമ്മൾ കറി വെക്കാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ പച്ചമുളകില്ല. അപ്പോൾ നമുക്കിവിടെ കുറേ പച്ചമുളകും തൈ ഉണ്ട് കേട്ടോ. അച്ഛ കുറേ വെച്ചിട്ടുണ്ട്, ഞങ്ങൾ 2 എണ്ണം വെച്ചിട്ടുണ്ടായിരുന്നു. എല്ലാത്തിലും അവിടെ ഇവിടെയൊക്കെ പച്ചമുളകുണ്ട്. ഇത് വെക്കുന്ന സമയത്ത് നമ്മൾ ഒട്ടും വിചാരിച്ചില്ല കേട്ടോ നമുക്ക് ഇത്രയും പച്ചമുളക് വിത്തിന്ന് കിട്ടുമെന്ന്. കാരണം ഇഷ്ടം പോലെ കിട്ടും. നമ്മൾ ഒരു തൈ തന്നെ വെച്ചാൽ മതി. നമുക്കൊരു 5 മൂട് പച്ചമുളക് ഉണ്ടെങ്കിൽ നമ്മൾ കടയിൽ നിന്ന് മേടിക്കേണ്ട ആവശ്യമേ ഇല്ല. ഞാൻ വീട്ടിലാകുമ്പോൾ നമുക്ക് ഇഷ്ടം പോലെ അവിടെ നമുക്ക് 1 2 ഒന്നും അല്ല, ഒത്തിരി അച്ഛ വെച്ച് പിടിപ്പിക്കും. നമ്മൾ പച്ചമുളകൊന്നും എനിക്ക് തോന്നുന്നില്ല നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കാറുണ്ടെന്നേ അവിടെ തോന്നാറേ ഇല്ല. അത്രയും പച്ചമുളക് നമുക്ക് വർഷങ്ങളായിട്ട് നമ്മൾ വീട്ടിൽ പിടിപ്പിക്കുന്നുണ്ട്. ഇപ്പോൾ അച്ഛ വീണ്ടും കുറേ 10-20 ചാക്ക് അച്ഛ അവിടെ വെച്ചിട്ടുണ്ട്. പക്ഷെ ഇവിടെ വന്നപ്പോൾ ഞാൻ നോക്കുമ്പോൾ ഇവിടുത്തെ അച്ഛയും വെക്കാറുണ്ട് അങ്ങനെ. അപ്പോൾ ഇവിടുത്തെ അച്ഛയ്ക്കും കൃഷിയൊക്കെ നല്ല ഇഷ്ടമാണ്. അച്ഛ ഓരോ സാധനങ്ങൾ വെക്കും. അച്ഛ ചീര വെക്കും, അത് എപ്പോഴും ഓരോ സാധനമൊക്കെ വെക്കും. എന്നാലും നമ്മൾ കുറച്ച് പച്ചക്കറിയൊക്കെ വെക്കുവാണെങ്കിൽ നമുക്ക് അത് ഇടയ്ക്കിടയ്ക്ക് പറിക്കാമല്ലോ. പിന്നെ തക്കാളിയൊക്കെ ഇവിടെ ഉണ്ട്. അപ്പോൾ നമുക്ക് അങ്ങനെ ഓരോ സാധനമൊക്കെ ഇടയ്ക്ക് വെക്കുവാണെങ്കിൽ നമുക്ക് അതുമൊക്കെ കറി വെക്കുമ്പോൾ നമ്മൾ തന്നെ ഉണ്ടാക്കുന്നത് കറി വെക്കുമ്പോൾ നമുക്ക് വേറൊരു സന്തോഷമല്ലേ. അതൊക്കെ കഴിഞ്ഞ് വന്ന് പുറകിൽ നോക്കിയപ്പോഴാണ് കുറേ എരണ്ടകൾ ഇങ്ങനെ പാടത്ത്. ഇപ്പോൾ വെള്ളം കയറ്റി കഴിയുമ്പോൾ നമ്മളിങ്ങനെ പോലെ കുറേ കിളികൾ വരും കേട്ടോ, എരണ്ട, കൊക്ക്. അപ്പോൾ അതൊക്കെ ഇങ്ങനെ കുറേ പറന്നു പോകും. കുറേ ഉണ്ടായിരുന്നു. ഞാൻ ഓടി വീഡിയോ എടുക്കാനായിട്ട് വന്നപ്പോഴത്തേക്ക് അത് അതിൻ്റെ പാട്ടിന് പോയി. അങ്ങനെ ഞാൻ ചീരയൊക്കെ റെഡിയാക്കാനായിട്ട് വന്നപ്പോഴത്തേക്ക് ഒരാൾ ചിക്കൻ കറി വെക്കാനുള്ള സാധനം എല്ലാം അരിഞ്ഞു തുടങ്ങി. എന്നിട്ട് എന്നോട് പറയാം ചീര വൃത്തിയാക്കുക. കാരണം ചീര ആൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. ചീര നമ്മളിങ്ങനെ തോരൻ പോലെയൊക്കെ തരാം, അത് ഭയങ്കര ഇഷ്ടമാണ്. എന്നിട്ട് അതിൻ്റെ അടുത്ത് ചോദിച്ചാൽ ചീര അവിയൽ ഉണ്ടാക്കാൻ അറിയാം. ഞാൻ പറഞ്ഞു എനിക്ക് അറിയത്തൊന്നുമില്ലെന്ന് പറഞ്ഞു. അമ്മ ഇവിടെ ഉണ്ടാക്കാറുണ്ട്, അതും ആൾക്ക് ഭയങ്കര ഇഷ്ടം. അപ്പോൾ എനിക്കത് അറിയത്തില്ല, പുള്ളിക്കും അറിയത്തില്ല. അതുകൊണ്ട് ഞങ്ങളതങ്ങ് വിട്ടേച്ച്. അപ്പോൾ അതൊക്കെയാണെങ്കിൽ വെള്ളം നല്ലപോലെ പൊങ്ങി വരുന്നുണ്ട് കേട്ടോ.
കുറച്ച് ദിവസത്തേക്ക് മഴ പെയ്യാതിരുന്നിരുന്നെങ്കിൽ കുറച്ച് വെള്ളം താന്നേനെ. ഇങ്ങനെ തന്നെ പെയ്യുവാണെങ്കിൽ വെള്ളം ഇനിയും മേളിലോട്ട് പൊങ്ങും. ഇപ്പോൾ ദേ കല്ലുകെട്ടിൻ്റെയൊക്കെ ഏകദേശം ഒപ്പം ആകാറായി. എന്നാലും വെള്ളം കുഴപ്പമില്ലാത്ത നല്ല വെള്ളമാണ്, അതുകൊണ്ട് വലിയ കുഴപ്പമില്ല. ഇനി ഇതൊന്ന് ക്ലീനാക്കി എടുക്കണം. ആൾ നല്ല ഫ്രഷ് ചീരയാണ് കേട്ടോ ചേട്ടൻ കൊണ്ടുവന്നത്, അതുകൊണ്ട് കുഴപ്പമില്ല. നമുക്ക് അവിടെ ഇവിടെ വല്ല പുഴു ഉണ്ടോ എന്നൊക്കെ നോക്കി 1-2 കേടുള്ള ഇലയൊക്കെ കളയാനുണ്ട്, അത്ര മാത്രമേ ഉള്ളൂ. നമ്മുടെ വീട്ടിൽ ആദ്യം എൻ്റെ വീട്ടിൽ ചീര കൃഷി ഉണ്ടായിരുന്നു കേട്ടോ. നമുക്ക് അച്ഛൻ കോഴിക്കൃഷി നടത്തിയിട്ടുണ്ട്, ചീരകൃഷി നടത്തിയിട്ടുണ്ട്, അങ്ങനെ കോഴിക്കൃഷി എന്നാണോ പറയുക, കോഴി കച്ചവടം നടത്തിയിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് പരിപാടി അച്ഛൻ നടത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഓരോ കാര്യം ചെയ്യുമ്പോഴും എനിക്ക് വീട്ടിലെ കാര്യമെല്ലാം ഓർമ്മ വരും. പണ്ട് വീട്ടിൽ ഈ ചീരയൊക്കെ ഇങ്ങനെ കെട്ടായിട്ടൊക്കെ കൊടുക്കുമ്പോൾ അരിയുമ്പോഴൊക്കെ അമ്മ എനിക്കിങ്ങനെ മക്കളെ വന്ന് അരിയെന്നൊക്കെ മക്കളും കൂടെ ഒന്ന് വന്ന് അരിയടാന്നൊക്കെ പറയും. അപ്പോൾ നമ്മളിങ്ങനെ എനിക്ക് കഴിയത്തില്ല, ഇപ്പോൾ നമ്മൾ തന്നെ അരിയണം, ഇതൊരവസ്ഥയാകും. ഞാൻ അമ്മേനെ വിളിച്ചിട്ട് സങ്കടം പറയാം, അമ്മ ഇതെങ്ങനെ അമ്മ ഇതിൻ്റെ ഇല അരിയുന്നത്, ഇതെങ്ങനെ അരിഞ്ഞിട്ട് ശരിയാകുന്നില്ലല്ലോ അമ്മ, ഇത് എന്തൊരലയാകുമ്പോൾ എന്നൊക്കെ പറഞ്ഞ് അമ്മ പറയാം, ആ കുഴപ്പമില്ല മോനെ അങ്ങ് അരിഞ്ഞു, കൂട്ടിപ്പിടിച്ച് അരിഞ്ഞാൽ മതി എന്നൊക്കെ പറയും. അപ്പോൾ ചീര അരിഞ്ഞ് തുടങ്ങുന്ന തൊട്ട് അവസാനിക്കുന്നവരെ എനിക്ക് അമ്മയുടെ ചിന്തയായിരുന്നു കേട്ടോ. അമ്മ എപ്പോഴും പറയും, മോനെ അമ്മ ഈ ഇലയൊക്കെ അരിയുന്നപ്പം മോനി തണ്ട് അരിഞ്ഞൊന്ന് സഹായിക്കടാ. അയ്യോ, എന്തൊരു ദുഷ്ടത്തിയായിരുന്നു ഞാനെന്ന് ഞാൻ. അപ്പോഴത്തേക്കും ഈ മസാലയൊക്കെ തേച്ച് പിടിപ്പിച്ച് ഇനി നമുക്കിതൊന്ന് വറുത്തിട്ട് കറിയാണ് വെക്കുന്നത്. നന്നായിട്ട് വറുക്കുന്നൊന്നുമില്ല, ജസ്റ്റ് ഒന്ന് വേകാൻ വേണ്ടിയിട്ട് വറുത്ത് സെറ്റാക്കി എടുക്കുകയാണ്. അത് ഫുൾ അജു തന്നെ ആട്ടോ ചെയ്യുന്നത്. ഞാൻ ആ പരിസരത്തേക്കായി പോകുന്നില്ല, ഞാൻ ചീരയുടെ കാര്യം മാത്രമാണ് ഏറ്റെടുത്തിരിക്കുന്നത്. എനിക്കാണെങ്കിൽ ഇലയൊക്കെ അരിഞ്ഞ് കഴിഞ്ഞിട്ട് അങ്ങ് മടുത്തിട്ട് വയ്യ. ഇനി തണ്ട് ഇത്രയും അരിയാൻ കിടക്കുകയാണ്. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് മഴ പെയ്യുന്നുണ്ട്. മഴയൊക്കെ കണ്ട് ആസ്വദിച്ചിരുന്ന ചീര അരിഞ്ഞെടുക്കാൻ തന്നെ ഞാൻ ഏകദേശം 1 മണിക്കൂർ എടുത്തെന്ന് തോന്നുന്നു. ഇങ്ങനെ മടുപ്പുള്ളൊരു പരിപാടി. പക്ഷെ കഴിക്കാനുള്ളൊരു സന്തോഷം കൊണ്ടിട്ട് പിന്നെ അത് സെറ്റാക്കി എടുത്ത്. വേറൊരു ടീം ചിക്കൻ കറി തലയ്ക്ക് കയറിയിട്ട് ഏതാണ്ട് ഇലയൊക്കെ പറഞ്ഞ് കറാമ്പട്ടയുടെയൊക്കെ ഇലയൊക്കെ അതേ പച്ച ഇലയൊക്കെ പറിച്ചുകൊണ്ട് വെറൈറ്റി കറിയാന്നൊക്കെ പറഞ്ഞ് ഏതാണ്ടൊക്കെ പറയുന്നുണ്ട്. പിന്നെ പുള്ളി കുക്ക് ചെയ്യാൻ കയറിയ പിന്നെ പുള്ളിക്ക് തള്ളലോട് തള്ളല. നല്ല ടേസ്റ്റ് ഉണ്ടായിരിക്കും, പക്ഷെ അത് വെറൈറ്റി രീതിയിലൊക്കെ ആയിരിക്കും ചെയ്യുന്നത്. എന്നിട്ട് 100 ഗ്ലാസ് എടുത്താണ് പരിപാടി ചെയ്യുന്നത്. അതിനകത്ത് ഇലയൊക്കെ അതേ പൊങ്ങി കിടപ്പുണ്ട്. രസമാണ് കറിയൊക്കെ വെക്കുന്നത് കാണാനായിട്ടൊക്കെ, പക്ഷെ സൂപ്പർ ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. ഞാൻ ഇങ്ങനെ ഇല ഇങ്ങനെ ഫ്രഷ് ലീവ്സ് ഇട്ടിട്ട് ഞാൻ കണ്ടിട്ടില്ല, പക്ഷെ സംഭവം അടിപൊളിയായിരുന്നു. ആളപ്പം ചിക്കൻ കറി വെക്കുന്നതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഞാൻ 2 ദോശ കൂടെ ഉണ്ടാക്കി എടുത്ത കേട്ടോ. എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് രാവിലത്തെ ദോശമാവും മിച്ചിരിപ്പുണ്ടായിരുന്നു. അപ്പം എനിക്ക് ചോറും ആൾക്ക് ചിക്കൻ്റെ കൂട്ടത്തിൽ ദോശ മതി എന്ന് പറഞ്ഞു. എന്നാൽ ശരി എന്നാൽ കഴിച്ചു. ചിക്കൻ കറി ആയി കഴിഞ്ഞപ്പോഴത്തേക്ക് ആൾ പറഞ്ഞു എനിക്ക് ദോശ മതി വൈകിട്ട്, ചോറ് വേണ്ട, ചീരക്കറി വെക്കണം, ചീരത്തോരൻ വെക്കണം, ചോറുണ്ടണമെന്ന് പറഞ്ഞ ആളാണ്. ചിക്കൻ കറി സൂപ്പറാന്ന് കണ്ടു കഴിഞ്ഞപ്പോൾ പറയാം എന്നാൽ തണ്ട് ദോശ ഉണ്ടാക്കി നമുക്ക് ദോശയും ചിക്കനും കൂടെ കഴിച്ചാലോ. അപ്പം ഞാൻ പറഞ്ഞു എന്നാൽ എനിക്ക് ആ ചോറ് തന്നെ മതി, വെറുതെ അത് കളയണ്ടല്ലോ. അങ്ങനെ ഒരാൾ ദോശയും ഞാൻ ചോറും തിന്നാന്ന് വിചാരിച്ചേക്കാണ്. പിന്നെ പാത്രമൊക്കെ എല്ലാം കഴുകി വൃത്തിയാക്കുവാണെങ്കിൽ പിന്നെ കഴിച്ച് കഴിഞ്ഞിട്ടുള്ള പാത്രം മാത്രം കഴുകിയാൽ മതിയല്ലോ. അപ്പോഴത്തേക്ക് ഞാൻ പിന്നെ ദോശ ഉണ്ടാക്കുന്നു, ഒരാളവിടെ പാത്രം കഴുകി വൃത്തിയാക്കുന്നു. മൈൻഡ് ചെയ്തൊന്ന് കഴുകാം കേട്ടോ. അപ്പം ഞാൻ വിളിക്കുന്നുണ്ട് ഇങ്ങോട്ടൊന്ന് നോക്കുമോ എന്നൊക്കെ ചോദിച്ചിട്ടാണ് ടീം നോക്കുന്നത്. അങ്ങനെ പാത്രമൊക്കെ കഴുകി കഴിഞ്ഞു. ഇനി നമുക്ക് ദോശയും കൂടെ ഉണ്ടാക്കി എല്ലാം സെറ്റാക്കി പിന്നെ നമ്മൾ ചായ തിളപ്പിക്കുന്നുണ്ട്. ആൾക്ക് ദോശയൊക്കെ തിന്നുവാണെങ്കിൽ ചായ വേണം. അങ്ങനെ ചായയും കൂടെയൊക്കെ സെറ്റാക്കി അപ്പോഴത്തേക്കും നമ്മുടെ ചിക്കൻ കറി നല്ലപോലെ തിളച്ച് സെറ്റായി, അതും റെഡിയായി. ഇനി നമുക്ക് കഴിച്ചാൽ മതി. ഞാൻ കുറച്ചേ കഴിച്ചുള്ളൂ, എനിക്ക് അത്രയ്ക്ക് അങ്ങോട്ട് ഫുഡ് പറ്റണില്ല വയ്യാത്ത കൊണ്ടിട്ട്. പക്ഷെ നല്ലപോലെ വെള്ളം കുടിക്കുന്നുണ്ട്. വൈകുന്നേരം ആയപ്പോൾ വെള്ളം നല്ലപോലെ കൂടി കേട്ടോ. ഞാൻ ചീര കഴുകുന്ന സമയത്ത് വെള്ളം കാണിച്ചില്ലായിരുന്നു, അതിനേക്കാളും ഒക്കെ വെള്ളം ഇപ്പം കല്ലുകെട്ടിൻ്റെ ഒപ്പം വന്നിട്ടുണ്ട്. കണ്ടോ, താഴത്തെ സ്റ്റെപ്പൊക്കെ മുങ്ങി, ഇത്രയും കൂടി വെള്ളം കയറാനുള്ളൂ. അങ്ങനെ ഒരവസ്ഥയിലാണ്. പക്ഷെ ഇനിയിപ്പോൾ എനിക്ക് തോന്നുന്നു കുറച്ച് ദിവസത്തേക്ക് വെയിലൊക്കെ തന്നെ ആയിരിക്കും, വെള്ളമൊക്കെ പതുക്കെ താഴെ ഇറങ്ങുമായിരിക്കും. പൊങ്ങത്തൊന്നും വെള്ളം പൊങ്ങുമെന്ന് തോന്നുന്നില്ല. അങ്ങനെ പാത്രമൊക്കെ കഴുകി മേലൊക്കെ കഴുകി ഇനി നമുക്ക് നമ്മുടെ കുറച്ച് ടൈമാണ്, അതായത് ബുക്ക് വായിക്കുക, എനിക്കിഷ്ടപ്പെട്ട കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്യുന്നത് ആ ഒരു ടൈമിലാണ്. മുടിയൊക്കെ ആദ്യം തന്നെ കെട്ടി ഒന്ന് വെച്ച് പിന്നെ നമുക്കൊന്ന് ഫ്രീ ആയി. ആ ടൈമെന്ന് പറയുമ്പോൾ നമ്മൾ മേലൊക്കെ കഴുകി നമ്മൾ ഫ്രഷ് ആയിരിക്കുന്ന സമയമാണ്, നമ്മളൊരു ഫ്രീ ആയ ഫീൽ കിട്ടും. അപ്പോൾ ഞാനിപ്പോൾ വായിക്കുന്നത് കാലം എന്ന് പറയുന്ന ബുക്കാണ്, MTയുടെ. കുറച്ച് കാലമായി തുടങ്ങിയിട്ട്. സാധാരണ ഞാൻ ഒരു ബുക്ക് വായിച്ചാൽ അത് തീർത്തിട്ടേ വേറെ എന്തെങ്കിലും വായിക്കാറുള്ളൂ. പക്ഷേ എനിക്ക് ചില സമയത്ത് എന്തെങ്കിലുമൊക്കെ വായിക്കുമ്പോൾ ഒരു മടുപ്പ് വരും. പക്ഷേ ഞാനിപ്പോൾ വീണ്ടും അത് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് വായിക്കാനായിട്ട്. അങ്ങനെ ചെറിയൊരു തലവേദനയുണ്ട്. ഇനിയിപ്പം ആൻറ്റിബയോട്ടിക്കൊക്കെ കഴിച്ചിട്ട് വേണം കിടക്കാൻ, അപ്പോഴത്തേക്കും ഒരു ഫ്രീ ആവും. സമയം 9:23 പാട്ടൊക്കെ കേട്ട് സുഖമായിട്ട് ഇനി ഒന്ന് കിടക്കണം. അപ്പോൾ അത്രയേ ഉള്ളൂ നമ്മുടെ ഈ ഒരു സൺഡേ ഡേ ഇൻ മൈ ലൈഫ്. എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. പിന്നെയും ഡേ ഇൻ മൈ ലൈഫൊക്കെ ആയിട്ട് ഞാൻ വേറെ ലോങ് വീഡിയോസൊക്കെ ഒത്തിരി ഇടാം. അപ്പോൾ അത്രയേ ഉള്ളൂ. എല്ലാവർക്കും ടാറ്റാ, താങ്ക് യു.